നവ്യ നായർ വരുന്നേ വഴി മാറിക്കോ. നവ്യക്കെന്തിനു സിന്ധു. എന്തോന്നടേ ഇത്? ഇതിന് വട്ടുണ്ടോ? എനിക്ക് എന്താ അറിയില്ല, ഇവിടുത്തെ കുത്തിത്തിരിപ്പും ഈ കുണ്ടുകുഴിയും ഒക്കെ എനിക്ക് ഭയങ്കര അതിനാണ് ഈ കൊലക്കടി. ചില വലിയ സന്യാസിമാരൊക്കെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ എടുത്ത് പുറത്തിട്ട് ക്ലീൻ ചെയ്യും അത്ര. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ക്ലെൻസിങ് അല്ല, സത്യമായിട്ടും ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഞാന്. അതിന്റെ ആധികാരികതയെ കുറിച്ച്, എന്റെ സത്യസന്ധതയെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. നല്ല ബെസ്റ്റ് കഥ. ഉടനെ അയച്ചു കൊടുത്ത അടുത്ത ബാലരമയില് വരും. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് കൊല്ലത്ത് വഴി കൂടി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് 3 സന്യാസിമാര് വെളിയിൽ കഴുകിക്കൊണ്ടിരിക്കുന്നു ഞാൻ കണ്ടു. സത്യ അവര് താളം കൈമാറുമ്പോഴെങ്ങാനും നിന്നെ കണ്ടിരുന്നെങ്കിൽ നീ ചോരതിപ്പിച്ചേനെ. നിനക്ക് നവ്യ നായരോട് നിനക്ക് അങ്ങനെയുള്ള തോന്നലുണ്ടായോ? കല്യാണം കഴിക്കണമെന്ന് മറ്റോ തോന്നി? ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു എനിക്ക് ഇഷ്ടമായിരുന്നു പറയുന്നു. എന്തുകൊണ്ടാണ് ആ പ്രേമങ്ങളിലൊന്നും ഇല്ലാതെ പോയത്? അത് കൊച്ചു മോള് വളർന്ന് വലുതായിട്ട് വരാം. ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവാതിരുന്നത് എന്തുകൊണ്ടാണ്? പ്രണയം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഫസ്റ്റ് ലവ് ഇവൻ പ്രേമരോഗിയാണ്. വിവാഹത്തിലേക്ക് എത്തിയില്ല. എന്തോ ഇല്ല, നടന്നില്ല, വർക്കൗട്ടായില്ല. വീട്ടുകാർ എതിർത്താണോ? വർക്കൗട്ട് ആയില്ല, എന്റെ കാര്യത്തിൽ തന്നെ അത് വർക്കൗട്ട് ആയില്ല. അജയേട്ടൻ എത്ര പ്രേമം ഉണ്ടായിരുന്നു? ഈടെ പ്രേമം എന്ന് പറഞ്ഞാൽ അങ്ങനെ സീരിയസ് ആയ ഒന്നിലും നമ്മളെ ഒന്നും പെടില്ലല്ലോ. ഏതെങ്കിലും ഒരുത്തി തലയെ തൂങ്ങുമെന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ അപ്പൊ ചാടിക്കളയും. പിന്നെ വേറൊന്ന് സിനിമാ മേഖലയിൽ തന്നെയായിരുന്നു. അതെ അതെ, വേറെ ഏത് മേഖലയിലാണ് ചേട്ടാ ഞാൻ പോകുന്നത്? ഈ കടവുൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവർക്കും അറിയാലോ ചേച്ചി ഉപയോഗിക്കുന്നത് എന്താന്ന് എല്ലാവർക്കും അറിയണം. ഇത് ഏതോ ഈ കരിഞ്ഞവൻ ഇനി പുതിയ വല്ല ഡ്രൈവറെ വെച്ചതായിരിക്കോ? എന്താന്ന് പറയുക, സ്കിന്നിൽ എന്താ യൂസ് ചെയ്തത്? കാരണം എന്താ അറിയിച്ചു, 1-2 ഫോട്ടോ ഒക്കെ ഇട്ട പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ പേരോട് ചോദിച്ചു ഒന്ന് പറയോ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അവർ വിചാരിക്കും ഞാൻ ചുമ്മാ എന്തായാലും ഫേക്ക് ആയിട്ട് പറയുവാണ്. ഇതായിരിക്കുന്നു ഇവൻ തന്നെ ആള്. ഇവന്മാര് തമ്മിൽ എന്താ കല്യാണം കഴിച്ചോ ഇങ്ങനെ ഒട്ടിച്ചേർന്ന് ഫോട്ടോ എടുക്കാൻ? തേങ്ങ എനിക്ക് അതിന്റെ വാക്ക് അറിഞ്ഞൂടാ, പൊട്ടിച്ച് അതിന്റെ അറിഞ്ഞൂടാ, തീരുമാൻ അറിയാമോ? ഇവളുടെ ചായയുടെ പൈസ വേറെ ഞാൻ തരൂല. നോക്കട്ടെ എന്നെ എന്താ ഈ നാടകം കാണിക്കണേന്ന് ചോദിച്ചിട്ട് ഇവര് നഹീന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. എടുത്താൻ ഒരു മൂവിയിൽ വരും മുമ്പ് ക്രഷ് തോന്നിയിട്ടുള്ളവരോട് പേരൊക്കെ പറയണോ? ഞാൻ പേര് കല്യാണം കഴിച്ചു പോയിട്ടുണ്ടോ? എവിടെയായിരുന്നാലും സന്തോഷമായിട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു. ഇലക്കണ കവിത എഴുതിയ അഴകേ ഉരുകിയതേ. എന്തത് നീട്ടിരിക്കുന്നത്? ബ്ലൗസ് അല്ല, അതിന്റെ പുറകിൽ എന്താ ജനല്? എന്തോ അയൽപക്കക്കാർ എന്ന നിലയിൽ മകന്റെ പിറന്നാളിന് സമ്മാനം നൽകിയതല്ലാതെ സച്ചിൻ സാവന്തിൽ നിന്ന് ഉപഹാരങ്ങളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്ന് നവ്യയുടെ കുടുംബം വ്യക്തമാക്കി. അല്ല, ഇതാരാ? കൂട്ടുകാരന്റെ ഭാര്യ. കൂട്ടുകാരന്റെ ഭാര്യ? ഒരു കൂട്ടുകാരന്റെ ഭാര്യക്ക് മറ്റൊരു കൂട്ടുകാരനൊപ്പം യാത്ര ചെയ്യുന്നതിൽ എന്താ കുഴപ്പമുണ്ടോ? ഗുരുവായൂർ സന്ദർശനത്തിനായി സാവന്തിന് പല പ്രാവശ്യം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കാം. നവ്യയുടെ മകന്റെ പിറന്നാളിന് സമ്മാനം നൽകിയതല്ലാതെ സച്ചിൻ സാവന്തിൽ നിന്നും ഉപഹാരങ്ങളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നും നവ്യയുടെ കുടുംബം പറഞ്ഞു. ഇത്രയും ആയ സ്ഥിതിക്കുള്ള സത്യം തുറന്നു പറയാമല്ലോ. എന്റെ 250 രൂപ കാണും. എന്നാ പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ചെലവുകളുമുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നവ്യ നായർക്ക് ജ്വല്ലറി അടക്കം സ്വർണ്ണാഭരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പാരിതോഷികം ഗിഫ്റ്റായിട്ട് നൽകിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇയാളുടെ മൊഴി പരാമർശിച്ചു പോകുന്നുണ്ട്. ഞാൻ അവൾക്ക് വാങ്ങി തന്ന പവിഴമാലയും പാദസരമൊന്നും താൻ കൊടുത്തില്ലേ? ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ. അതവൾ ഉത്സവത്തിനും വിശേഷത്തിനും ഇടാൻ സൂക്ഷിച്ച് മാറ്റി വെച്ചിരിക്കുക. എന്നെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യം ചോദിക്കാം, ഞാൻ ഫുള്ള് സത്യസന്ധമായിട്ട് പറയാം. അല്ലെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. അടിപൊളിയായിരുന്നു. അടിപൊളിയല്ലേ? നേരത്തെ ഇതൊക്കെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ? കളർ പടവും പതിഞ്ഞിരിക്കണല്ലേ.